നല്ല തങ്കപ്പെട്ട സ്വഭാവട്ടാ. അവൻ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബസ് ആശം തന്ന് ബസ്സിൽ കയറ്റി ഇങ്ങോട്ട് വിട്ടിട്ട് അവൻ പോയത്. 150 റുപ്യക്ക് ദിവാകര വല്ലാത്ത ചൈത്തായി പോയി. എന്നാലും അവൻ പറഞ്ഞപ്പോഴുണ്ടല്ലോ എണ്ണത്തിന്റെ സൈഡിലെ കട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കും വിചാരിച്ചില്ല. നല്ല അടിപൊളി കടയാട്ടാ. തീർന്നു. അല്ലടാ, മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഇല്ലേ? എനിക്കുണ്ടല്ലോ മാമനില്ലേ? എടാ മെനകെട്ടോനെ, എനിക്ക് മൂത്രത്തിൽ അസുഖം ഉണ്ടെന്ന്. മൂത്രത്തിലൊക്കെ എന്നെ അസുഖം പിടിക്കാനാ? പനിയും ചുമയും. ചുമേ? ചുമക്കുമ്പോ മൂത്രം പോകുന്നു. എന്നാ പിന്നെ ചുമക്കാണ്ടിരുന്നാ പോരെ. ഏതാടാ ഈ പാത്തിക്കിരി? ഇവന് മനസ്സിലായില്ലേ? ഇല്ല. ഇവനാ പൊറാട്ട മാഷ്. നീ എന്താ പൊറോട്ടക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടോ? അതല്ലാന്ന്, ഞാനായിട്ട് പൊറോട്ട ഉണ്ടാക്കണ ആള്. പൊറോട്ടയുടെ പിതാവ്. എന്റെ മാതാവേ, ഇത് ഒരു നടക്ക് പോണ കേസല്ലേട്ടാ. മര്യാദക്ക് ഇരിക്കാൻ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഇതിന് ഇവിടുന്ന് പുറത്താക്കും. അമ്മാമ വന്ന് കേറുമ്പോ അവനെ പറഞ്ഞു വിടരുത് പ്ലീസ്. നീ അത് അവനോട് പറഞ്ഞു മനസ്സിലാക്കും. എടാ അതെ, ഈ പുള്ളിയല്ലോ ഞാൻ വന്ന നേരത്തേക്ക് എന്നെ കയറി ചുടാൻ നിൽക്കണം. 4 വലിച്ചു കയറി അടുപ്പിലോട്ട് കത്തിക്കും ഞാൻ. അതെ എടാ, എനിക്ക് ഒരേ ഒരു മാമനുള്ളൂ. എന്തിനാ അധികം ഇത് പോരെ? മാമ ഓരോ ദിവസമായി കാണാറൊന്നുമില്ല. എന്തങ്ങോട്ട് ഇറങ്ങാറൊന്നുമില്ലേ? ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ലടാ. കാലും ആണെങ്കിൽ നിറച്ച ആണിയും കയ്യിലാണെങ്കിൽ 10 പൈസയും ഇല്ല. ആ കാലിലെ ആനയൊക്കെ പറിച്ച് 10 കോഴിക്കൂട് അടിച്ചിട്ടുണ്ടാക്ക്. അപ്പൊ കിട്ടും കാശ്. ആനയുള്ള കാലം നോക്കില്ല, മോത്ത് ചവിട്ടും ഞാൻ. ആണിയുള്ള കാലോണ്ട് ചവിട്ട് കിട്ടിയാട്ടല്ലോ ചിക്കൻ ബോക്സ് പിടിച്ച മോന്ത പോലെ വേണോ? വേണ്ട. മിണ്ടാണ്ടിരിക്കും. അമ്മാവോ വയസ്സാം കാലത്ത് ആള് മോഡലാലോ. എന്തേ ഈ മീശൊക്കെ കറുപ്പും തലക്ക നിറച്ച്. അതൊന്നും പറയണ്ട, നല്ലൊരു അബദ്ധം പറ്റിയതാണ്. അബദ്ധമുള്ള പറ്റാറുള്ളൂ. അവനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോട്ടാ. ഞാൻ ഇന്നലെ ഉണ്ടല്ലോടാ ഡൈ ചെയ്യാൻ വേണ്ടി ടെറസിന്റെ മുകളിൽ കയറിയത്. മീശ ഡൈ ചെയ്ത് കഴിയുമ്പോഴേക്കുണ്ടല്ലോ തലമുടി ഡൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ഒരു കാക്ക വന്നിട്ട് ആ ഡൈയുടെ കിറ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് പോയി. ചേടാ, ഈ കറുത്ത കാക്കയ്ക്ക് എന്തിനാണ് ഈ ഡൈ? വല്ല വെളുത്ത കൊക്കിനും കൊടുക്കാൻ കൊണ്ടുവന്നായിരിക്കും. എന്റെ ദൈവം, ഈ മെനകെട്ട കാർന്നൂര് കാരണം ഇനി പാടത്തിരിക്കണ കറുത്ത കൊക്കിനെ കണ്ടുവരും. മിണ്ടാതിരിക്കാൻ പറഞ്ഞോട്ടാ അവനോട്. എനിക്ക് അവനെ പിടിക്കുന്നില്ല. അമ്മാബോ, ഈ കട്ടപ്പനയിലുള്ള മോന്റെ വീട്ടിൽ പോയിട്ടായിരുന്നു. കട്ടപ്പനയിലെ കുട്ടികൾക്ക് വെച്ച റിസ്ക് എടുത്തിട്ട്. അല്ല, കട്ടപ്പനയിലേക്കുള്ള യാത്ര റിസ്ക് ആണല്ലോ. ഓഫ് റോഡ് വഴി യാത്ര ചെയ്യണ്ടേ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ തണവ് കാല് കോച്ചു. പിള്ളേർക്ക് വെച്ചാൽ റെസ്റ്റും പാലും എടുത്ത് കൂച്ചു. എന്നിട്ട് പറയാ കോച്ചു എന്നാ കാച്ചടാവേ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കുറെ നാളായാലോ നീ അമ്മാവനെ കണ്ടിട്ട്. അമ്മാവൻ ചത്തോ ജീവിച്ചിരിക്കണോന്ന് അറിയാനായിട്ട് ഒന്നും അന്വേഷിക്കാറുന്നില്ലേ നിനക്ക്? ചത്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചായിരുന്നു. അല്ല, അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. അപ്പൊ അമ്മായ പറഞ്ഞ് മാമനെ അന്വേഷിച്ചു ഇങ്ങോട്ട് വിളിക്കണ്ട, വല്ല പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷിക്കാൻ. അവളത് പറഞ്ഞ ഒരു അബദ്ധം പറ്റിയതാടാ, ഒരു തെറ്റിദ്ധാരണ. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുമതിയില്ലേ, ആ വെളുത്ത് സുന്ദരിയായിട്ടത്, അത്രയ്ക്ക് വേണ്ട. ആ സുമതിയുടെ മൂക്കുത്തിയും എന്റെ കടുക്കനും തമ്മിലും നോട്ടക്കി. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് SI ആ കുടുക്ക് തീർത്തത്. അതൊക്കെ അവസാനിച്ച വിഷയാന്ന്. ഇപ്പുണ്ടോ സുമതിയുടെ ഭർത്താവിന് എന്നെ കാണുമ്പോ ഒരു ചൊരുക്ക്. അമ്മാവന്റെ വീടിന്റെ അടുത്തേ ഈ ബലിയിടുന്ന കടവ് വല്ലതും ഉണ്ടോ? ഒരു കടവുണ്ട്. നന്നായി, പിള്ളേർക്ക് ഇനി ബലിയിടുന്ന കടവ് അന്വേഷിച്ച് അങ്ങനെ അവനെ മര്യാദക്ക് കാണുന്ന പോലല്ല കരാട്ട മാഷ. വന്നപ്പോ പറഞ്ഞു പൊറോട്ട മാഷാന്ന്, ഇപ്പൊ പറഞ്ഞു കരാട്ട മാഷ. പൊറോട്ട പോലെ അടിച്ച് നേരത്തെ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യട്ടോ. എന്നെ പറ്റി അവനോട് നാട്ടിൽ നിന്ന് പോയി അന്വേഷിക്കാൻ പറയും. നാട്ടുകാരെന്നെ അയൺമാനെ വിളിക്കണത്. അങ്ങനെ വിളിക്കാണ്ടിരിക്കണ 2 കിലോ ആണയല്ലേ കാലുമാടിച്ച് വിളിക്കും. മിണ്ടാണ്ടിക്ക്, ആള് കാണുന്ന പോലെയല്ല. ആളെ ചെറുപ്പത്തിലൊക്കെ പൂരപ്പറമ്പിൽ അടിണ്ടാക്കിയ മുതലത്. ആൾക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഈ പൂരപ്പറമ്പിൽ നമ്മുടെ നാട്ടിൽ അടിണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? അതൊക്കെ ഇപ്പൊ എന്തിനാണ് ഇവിടെ പറയണേ? എന്നാ പറയണ്ട, ഒന്ന് ബൂസ്റ്റ് ചെയ്യടാ, അവൻ കേട്ട് പേടിക്കട്ടെ. എന്നാ പേടിച്ചോട്ടോ. പറഞ്ഞോ. ഞാൻ അന്നീ കാണുന്ന ഞാനല്ല, ഡബിളാ. മറ്റാളെന്തേ? ആര്? എവിടാന്ന് പറഞ്ഞ? ഞാൻ പോവാ. ചേട്ടാ എന്തേലും പറഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയാനായിട്ട് വരും. അമ്മാവൻ പറഞ്ഞോ. അപ്പൊ ഞാൻ അങ്ങനെ പൂരപ്പറമ്പിൽ വിരിഞ്ഞങ്ങനെ നിക്കുക. വിരിഞ്ഞിലൊക്കെ തന്നെ ചേരയുടെ പൂവോ? അമ്മ പറഞ്ഞോ. അങ്ങനെ നിക്കുമ്പോഴാണ് ഞാൻ ആദ്യം തല്ലിവിട്ട ആൾക്കാരെന്നുണ്ട് ഒരു 10 പേരുണ്ടോ എന്നെ വന്ന് അങ്ങോട്ട് വളഞ്ഞു. പിന്നെന്താ ചെയ്യാൻ പറ്റും, ഒന്നും നോക്കിയില്ല, കാല് മടക്കാൻ അങ്ങോട്ട് അടിയാ തുടങ്ങി. ഈ 10 പേരെ മാമ ഒറ്റയ്ക്ക് അടിച്ചോ? അല്ലാന്ന്, ആ 10 പേരും ഇങ്ങോട്ട് വന്ന് എന്റെ കാല് മടക്കി പിടിച്ച് പടപടപടേന്നടി. എന്നിട്ട് മാമ തിരിച്ചൊന്നും കാണിച്ചില്ലേ? പിന്നെ കമ്പിക്കടിക്കുമ്പോ എന്ത് ചിരിച്ചു കാണിക്കാനാ? അതല്ലാതെ ഒന്നും കാണിച്ചില്ലേ? ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പൊ തന്നെ 2 കാലിലും കമ്പി ഇട്ടു. 2 കാലുമേ കമ്പി, കാലുമേ നിറച്ച ആണി. ഒരു വയറേറ്റിട്ട് വെള്ളത്തിലിട്ട് വെള്ളം ചൂടാക്കാലോ. അതെ, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചായക്കുള്ള വെള്ളം ചൂടായി.
ബാക്കിയുള്ള വെള്ളം ചൂടായോ? ഇല്ല ഇല്ല ഇല്ല, വെള്ളം ചൂടായിട്ടില്ല, വെള്ളം ചൂടായിട്ടില്ല. വെള്ളം ചൂടായിട്ടില്ല. എടാ, എത്ര നേരമായിട്ട് അമ്മാവൻ വന്നിട്ട്. ആ. അതെ, ആ. ഒരു കാര്യം ചെയ്യണം. എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ രാധച്ചന്റെ മോനില്ലേ, അവൻ ടൗണിൽ ഒരു മൊബൈൽ കട തുടങ്ങുന്നുണ്ട്. ആഹാ. അവിടേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്തിന്? ആദ്യ സെയില് ഞാനല്ലേ. ഓ, ഒരു ദിവസം തന്നെ 2 കട പൂട്ടിച്ചേണ്ടി ഈ പുള്ളിക്ക് എന്നെ കിട്ടാനാണ് ഒരു കുളിര്. അപ്പോഴേ ഞാനിവിടെ വെറുതെ വന്നിട്ട് വെറും കൈയോടെ അങ്ങോട്ട് ചെന്നു എന്ന് പറഞ്ഞു അമ്മായി എന്നെ കത്തിച്ച് കളയും. ഇത് നിന്ന് കത്തിപ്പോണതാ നല്ലത്. അതല്ല, അമ്മായിക്ക് പൊറോട്ടയും ബീഫ് ഇഷ്ടമാണല്ലോ. ആ. അപ്പൊ പൊറോട്ടയുടെയും ബീഫിന്റെ ഒക്കെ മണം വരുന്നുണ്ട്. ഈ ഒരു 10 പൊറോട്ട അതിനുള്ള ബീഫും പൊതിഞ്ഞിട്ട് അമ്മാവൻ വീട്ടിലേക്ക് കൊണ്ടുപോകണം. 10 പൊറോട്ടത്തിന് അമ്മായിക്ക് തല വെച്ച് കിടക്കാനാ. പേരും പറഞ്ഞ് പുള്ളിക്ക് ചാമ്പാനാ. അമ്മാമോ, ആ. ഈ പൊറാട്ടും ബീഫൊന്നും ഇവിടെ പുറത്തേക്ക് കൊടുക്കാനില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് തിന്നാൻ പോവാ? അതല്ല, ഇവിടെ എൻഎച്ചിന്റെ പണി നടക്കല്ലേ. ഉവ്വ്. ആ പണിക്കാർക്കുള്ള കുറച്ച് ഫുഡ് ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട്. ഉവ്വ്. അവർക്കുള്ള ഇറച്ചും പൊറോട്ടയും മാത്രമേ ഉള്ളൂ, പുറത്ത് കൊടുക്കാനില്ല. അപ്പൊ നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്? ഇന്ന് പത്രത്തില് വെണ്ടയ്ക്കാക്ഷരത്തിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ. അമ്മായിക്ക് പൊറോട്ടയും ബീഫും ഇഷ്ടന്നോ? നീ മിണ്ടാണ്ടിരുന്നോ നീട്ടാ. ഈടാ എണ്ണച്ചില് സ്റ്റേ കൊടുത്തിരിക്കാന്ന്. ഒരു ചെറിയ സ്റ്റൈലൊക്കെ ഇത്രയും വലിയ എണ്ണച്ച് നിൽക്കും എനിക്കറിയാൻ പാടില്ല. ചിലപ്പോ ഇരുമ്പിന്റെ പടായിരിക്കും. അതാണ് ഈ നിൽക്കും. ഓ, എന്ത് പൊട്ടന്മാരത്. എടാ, ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരിക്കാണ്. ഈ ഒരു ഉത്തരവ് വരുന്നവരെ എണ്ണച്ചിൽ ഒരു പണി നടക്കില്ല. മുതലാളി, നമ്മുടെ 65 കിലോ മൈദയുടെ പൊറോട്ട. എടാ, ഇവിടെ കുറച്ച് പൊറോട്ട ഇറച്ചല്ലേ ബാക്കിയായുള്ളൂ. ആ ചെലവല്ലേ നമ്മൾ സഹിക്കേണ്ടത്. അതെ. ഇത് വന്ന് കയറി കണ്ടപ്പോ ഞാൻ വിചാരിച്ചതേ ഈ കടയിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കത്തുന്ന എന്തോ കണ്ണ് കൊള്ളാളത് പുരിയത്ത് കൊണ്ടുവന്ന് മാത്രം കൂട്ടിയാ മതി. മുതലാളി, എന്നാലും നമ്മുടെ പൊറോട്ട. രഗ രഗ മഗ മഗ